എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ജില്ലക്കകത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൂചകമാണ്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളായാലും ബ്ലോക്ക് പഞ്ചായത്തിലേതായാലും മുനിസിപ്പാലിറ്റികളേതായാലും എല്ലാ സ്ഥാനാർത്ഥികളും ഇന്നോടുകൂടി നോമിനേഷൻ കൊടുക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് മത്സരിക്കുന്ന 7 സ്ഥാനാർത്ഥികളും ഇന്ന് 3 മണിക്ക് മുമ്പ് കൊടുക്കും. ഒരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ജില്ലാ പഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കുന്ന രൂപത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗായാലും കോൺഗ്രസ് ആയാലും മറ്റ് ഘടക പാർട്ടികളായാലും അങ്ങനെയുള്ള കഴിവുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ കയ്യാങ്കളി നടത്തിയ മാധ്യമങ്ങൾക്കും വാർത്ത വീഡിയോ ചെയ്ത ഒരാളെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ പുറത്താക്കി. ആബിദ് എടച്ചേരി കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറിയാണ്. ഇന്ന് അതിൻ്റെ വിശദമായ അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലയിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും UDFിൻ്റെ ജില്ലാ കൺവീനറുമായ ഗോവിന്ദൻ നായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി MC പ്രഭാകരനെയും ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് ഇന്ന് നൽകിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഇനി എത്ര ഉന്നത നേതാവായാലും അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കി KPCC പ്രസിഡന്റുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും. അല്ല ഇപ്പോൾ മൊബൈൽ ഫോൺ അത് നമ്മൾ ഒരാളെക്കുറിച്ച് നടപടി എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായി അവിടെയുള്ള മറ്റ് നിഷ്പക്ഷമായ നേതാക്കന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി ആരാണെന്ന് എടുത്തിട്ടുള്ളത്, എന്താണെന്ന് എടുത്തിട്ടുള്ളത് അവരെയും കൂടെ കൃത്യമായ അഭിപ്രായം നമുക്ക് തന്നിട്ടുണ്ട്. അവരെ കൃത്യമായ ഇതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ തന്നെ നടപടിയെടുത്തിട്ടുള്ളത്. ഉണ്ട്. അതല്ല അതിൽ പറയാനുള്ളത് വെച്ചാൽ ഒരു പാർട്ടി ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും വാക്കുതർക്കം ഉണ്ടാവും, ചർച്ചകളുണ്ടാവും. അതെല്ലാ ഓഫീസിലും ഉണ്ടാവും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളും അത് ചെയ്യില്ല. സ്വാഭാവികമായും അതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത് പാർട്ടിയെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. അല്ല, സ്വാഭാവികമായും ഒരു വിഭാഗമല്ല, ആ വ്യക്തി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്, സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത്. അല്ല അത് രണ്ടും സംഘടനാ വിരുദ്ധ. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അത് ചെയ്തു. നെക്സ്റ്റ് എന്താണ് കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യും. അല്ല ഒരാഴ്ച അല്ല, ഒരു 5 ദിവസം കൊണ്ട് റിപ്പോർട്ട് കിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ. എന്തായാലും കൃത്യമായി നടപടി ഉണ്ടാവും. ഞാൻ ഇന്നലെ KPC അധ്യക്ഷൻ്റെ ഇന്നലെ KPCC വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു M. ലിജു, ജില്ലയുടെ ചുമതലയുള്ള അദ്ദേഹം കൃത്യമായി KPC പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുത്തു. KPC പ്രസിഡന്റ് ഞാനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഞാൻ ഒരു കാര്യം പറയാം, ഈ ജില്ലക്കകത്ത് ഒരു അപശബ്ദമില്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലായാലും ബാക്കി എല്ലാ കാര്യത്തിലായാലും ഈ ജില്ല പിന്നെ സ്വാഭാവികമായും ഒരു വ്യക്തിപരമായ ഒരു കാര്യം DCC ഓഫീസിൽ നിന്ന് വന്ന ഒരു ചെറിയ സംഭവമാണ്. അത് പുറത്ത് കൊടുത്തത് എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്.